everyone, welcome back to Izubi. Today we are going to discuss Rabindranath Tagore's Gitanjali, for which he won the Nobel Prize in Literature. Before the class, if you are new to the channel or haven't yet subscribed it, please do subscribe and support me, and also hit the bell icon and enable the all button so that you'll get notified whenever I upload a new video. Set കേട്ട് HSST പോലുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. തുടർന്നുള്ള HSST ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. Now let's begin the class with the biographical details about the author Rabindranath Tagore. He was a Bengali polymath. See, polymath എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാലോ? എ പേഴ്സൺ ഓഫ് വാസ്റ്റ് ലേണിംഗ് ആൻഡ് നോളജ് അക്രോസ് മെനി ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി. ബട്ട് ഒരു പോളിമാത്ത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പോലും ചുരുക്കി പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒതുക്കാൻ പറ്റാത്ത ഒരു മഹത് വ്യക്തിയാണ് ടാഗോർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിഗറാണല്ലേ, കുറേ ഐഡിയാസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതൊന്നും അല്ലാത്ത, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഇന്ന് നമ്മൾ ബംഗാളി എന്ന് പറയുന്നത് ഒരു പരിഹാസ രൂപേണ പറയുന്ന പേരാണ്. ബട്ട് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലുള്ള ഒരു കാലഘട്ടം അല്ലാത്ത സമയത്ത് പോലും ടാഗോർ ബംഗാളി എന്ന ആ ഒരു പേര് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ബഹുമാനപൂർവ്വം കണ്ടിരുന്നൊരു പേരാക്കി മാറ്റിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് മുഴുവനായിട്ട് പറയാനാണെങ്കിൽ ഒരു ക്ലാസ് നമുക്ക് തികയില്ല. ബട്ട് ഫോർ ദ ടൈം ബീങ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അലോങ് വിത്ത് ദ ഫസ്റ്റ് 10 songs ഓഫ് ഗീതാഞ്ജലി. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ്. ഹി വാസ് എ ബംഗാളി പോളിമാത്ത്. ഹി വാസ് എ പോയറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പ്ലേ റൈറ്റ്, പെയിൻറ്റർ, ഫിലോസഫർ, എഡ്യൂക്കേറ്റർ ആൻഡ് റീഫോമർ. സി, ഈ പേരുകൾ കൊണ്ടൊന്നും ഒതുങ്ങുന്നില്ല, എറ്റ്സെട്ര എന്ന് വേണം നമുക്ക് പറയാൻ. ഓക്കെ, പോയറ്റ്, നോവലിസ്റ്റ്, പ്ലേ റൈറ്റർ, എസ്സേയിസ്റ്റ്, കമ്പോസർ, പെയിൻറ്റർ, ഫിലോസഫർ, സോഷ്യൽ റിഫോമർ, എഡ്യൂക്കേഷനിസ്റ്റ്, ലിംഗ്വിസ്റ്റ്, ഗ്രമാരിയൻ, ആൻഡ് ഹി വാസ് ഓൾസോ എ ഗുഡ് സിംഗർ. ഹാവ് യു ഹേർഡ് ഹിസ് സോങ്സ്? എന്ത് മനോഹരമായിട്ട് ക്ലാസിക്കൽ രീതിയിലുള്ള സോങ്സ് പാടുമെന്ന് അറിയാമോ? ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ ടു ദ വെസ്റ്റ്. ഹി ഹാസ് വൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1913 ഫോർ ദ വെരി വർക്ക് ഗീതാഞ്ജലി. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഗീതാഞ്ജലിക്കാണ് ആദ്യമായി ടാഗോറിന് നൊബൽ പ്രൈസ് ലഭിക്കുന്നത്. ആൻഡ് ടാഗോറിന് ആദ്യമായിട്ട് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഹി വാസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ എനി കാറ്റഗറി, ആൻഡ് ഓൾസോ ഹി വാസ് ദ ഫസ്റ്റ് ലിറിസിസ്റ്റ് ടു വിൻ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് വിജയത്തിന് പിറകിൽ. സോ ഹി വാസ് ലൈക്ക് എ ഹ്യൂമനിസ്റ്റ്, യൂണിവേഴ്സലിസ്റ്റ്, internationalist, and he was a critic of nationalism also. Okay, and he has composed national anthems of India and Bangladesh. ഇന്ത്യയുടെ ജനഗണമന എന്ന നാഷണൽ ആനന്ദവും ബംഗ്ലാദേശിൻ്റെ അമർ ഷോണാർ ബംഗ്ല എന്ന് പറയുന്ന നാഷണൽ ആനന്ദവും രണ്ടും എഴുതിയിട്ടുള്ളത് ടാഗോറാണ്. മാത്രമല്ല, ശ്രീലങ്കൻ നാഷണൽ ആനന്ദം അത് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് വന്നതാണ്. ആൻഡ് ഹിസ് വൺ ഓഫ് ദ സോങ്സ്, ബംഗ്ലാർ മതി ബംഗ്ലാർ എന്ന് പറയുന്നൊരു സോങ് ഉണ്ട്, ദാറ്റ് ബിക്കെയിം ദ സ്റ്റേറ്റ് ആൻതം ഓഫ് വെസ്റ്റ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ ആന്തം എഴുതി നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വാങ്ങിച്ച, താടി നീട്ടി വളർത്തിയ ഒരു പോയറ്റ് എന്ന് മാത്രം അദ്ദേഹത്തെ കാണരുത്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങൾ അറിയണം. ഗാന്ധിജി, നെഹ്റു, ഓൾ ദ ഫ്രീഡം ഫൈറ്റേഴ്സ്, ശ്രീനാരായണ ഗുരു, കിങ് ഓഫ് ദ ഇംഗ്ലണ്ട്സ്, ദെൻ പോയറ്റ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക ലൈക്ക് ജോർജ് ബെർണാഡ് ഷോ, H.G. വെൽസ്, റോബർട്ട് ഫ്രോസ്റ്റ്, എസ്ര പൗണ്ട്, W.B. യേറ്റ്സ്, ദെൻ മുസോളിനി, റോമിലെ മുസോളിനി, ഇറാനിയൻ മജ്ലിസിൽ, അതുപോലെ ഐൻസ്റ്റീൻ, ഇവരൊക്കെയാണ് ഫ്രണ്ട്സ്. ക്യാൻ യു ഇമാജിൻ? അത്തരം ലോകത്തുള്ള എല്ലാ ഫേമസ് പേഴ്സണാലിറ്റിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ്. ഓക്കെ, ആൻഡ് ഹി ഹാസ് ഓൾമോസ്റ്റ് ട്രാവൽഡ് 5 continents, ഓൾമോസ്റ്റ് 30 countries ഹി ഹാസ് വിസിറ്റഡ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഇല്ലാത്തൊരു കാലത്ത് പോലും ഇത്രയേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച്, ഇത്രയേറെ ഫ്രണ്ട് സർക്കിളുള്ള, ഇത്രയേറെ അറിവും വിവരവും ഏതൊരു മേഖലയിലും പ്രഗത്ഭനായ ഒരു വ്യക്തി. ടാഗോറിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? യെസ്, ഹി ഫൗണ്ടഡ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ശാന്തി നികേതൻ ആൻഡ് വിശ്വഭാരതി രണ്ടും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പേരാണ് അല്ലേ. സി, എന്താണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? യു നോ ദാറ്റ് ടാഗോറിനെ സംബന്ധിച്ച് ക്ലാസ് റൂം സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ദ പാരറ്റ് ട്രെയിനിങ്. പാരറ്റ്, തത്തയെ ട്രെയിൻ ചെയ്യുന്നത് പോലെ, പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ. വേർ ഹി കൺസിഡർ ദ സ്റ്റുഡൻസ് ആർ ലൈക്ക് ബേർഡ്സ്, ദേ ആർ കേജ്ഡ് and they are forced to fed textbook pages till their death. മരിക്കുന്നവരെ പഴവും അതുപോലെ ധാന്യമണികളും കൊടുക്കുന്നത് പോലെ കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക.
ആൻഡ് ദേ ഡോണ്ട് നോ എനിത്തിങ് ബിയോണ്ട് ദാറ്റ്. ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കുട്ടിക്ക് അറിയുന്നില്ല അല്ലേ? ഇന്നും അങ്ങനെ തന്നെയാണ്. എക്സ്ട്രാ കുറച്ച് ട്യൂഷനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അല്ലേ? ബട്ട് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി കൊണ്ട് ടാഗോർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യ ആൻഡ് ദ വേൾഡ് ദേ ആർ കണക്റ്റിംഗ് ഈച്ച് അതർ. ഇന്ത്യയെ ലോകമെമ്പാടും കണക്ട് ചെയ്യാണ്. വേർ എവറിബഡി ക്യാൻ സ്റ്റഡി ഹ്യൂമാനിറ്റി. എന്താ പഠിക്കുന്നത് എവിടെ? ഹ്യൂമാനിറ്റി. ആൻഡ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് നേഷൻ ആൻഡ് ജിയോഗ്രഫി. ദേശങ്ങളില്ല, ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇന്ത്യയുമായി കണക്ട് ചെയ്ത് പഠിക്കാം. എന്താ പഠിക്കുന്നത്? ഹ്യൂമാനിറ്റി. 1917 he visited Santa Barbara and he was convinced a new type of university there. അവിടുത്തെ ആ ഒരു സിസ്റ്റം എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെയാണ് അടുത്ത വർഷം 1918 അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ കുറിക്കുന്നത്. He was a teacher like a staff there in the school and he has contributed his Nobel Prize to the school also. അവിടെ അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് ഒക്കെ പ്രിസർവ് ചെയ്തിരിക്കുകയായിരുന്നു വളരെ നല്ല സെക്യൂരിറ്റിയിൽ. ബട്ട് 2004 ഹിസ് നോബൽ പ്രൈസ് ഹാസ് സ്റ്റോളൻ ഫ്രം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അത്രയും സേഫ്റ്റിക്കിടയിൽ നിന്നും ആരോ മോഷ്ടിച്ചു. ബട്ട് ഇൻ ദ എൻഡ് ഓഫ് 2004 സ്വീഡിഷ് അക്കാഡമി അഗെയിൻ പ്രസൻറ്റഡ് 2 replicas of his Nobel Prize both in gold and bronze to വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻഡ് ഈ ഒരു ഇൻസിഡൻറ്റ് ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു ഫിക്ഷണൽ ഫിലിം ഇറങ്ങിയിരുന്നു. നോബൽ ചോർ എന്നാണ് പേര്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോബൽ ചോർ ഗീതാഞ്ജലിയും ടാഗോറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കണം അല്ലേ? He was a lifelong advocate of humanism, peace and global unity. He has used a pseudonym Bhanusimha. ഭാനുസിംഹ മീൻസ് സൺ ലയൺ. സൺ സൂര്യൻ എന്ന സൺ, SUN ലയൺ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ പേര് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ലേറ്റർ ഹി വാസ് നോൺ ആസ് ഗുരുദേവ്. ഹി റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് ഇന്ത്യൻ ആർട്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ റിഫോമർ, സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ബംഗാളി ലിറ്ററേച്ചറിൻ്റെ റിഫോമർ എന്നൊക്കെ വിളിക്കുന്നത്. ദസ് ഹി വാസ് നോൺ ആസ് എ റിഫോമർ ആൻഡ് പെയിൻറ്റർ ഓഫ് ബംഗാളി റിനോസൻസ്. ദെൻ ഹി വാസ് എ ഫെല്ലോ ഓഫ് ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി. He was known as the Bard of Bengal. The Bard of Avens ആരാണ്? Yes, William Shakespeare. The Bard of Bengal ആരാണ്? It's Rabindranath Tagore. He had some sobriquets, nicknames like Gurudev, Kobi Guru and Vishwa Kobi. അതായത് ബംഗാളി പ്രൊനൗൺസിയേഷൻ ആണിത്. ഗുരുദേവ്, കവിഗുരു, വിശ്വകവി എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. He was born on 7th May 1861 in ജൊറാസങ്കോ താക്കൂർ ഭാരി, ബംഗാൾ പ്രസിഡൻസി, ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ബംഗാൾ പ്രസിഡൻസി, ജൊറാസങ്കോ താക്കൂർ ഭാരി എന്ന പ്ലേസിൽ. ആൻഡ് ഹി ഡൈഡ് ഓൺ 7th August, അഗെയിൻ ദ സെയിം ഡേറ്റ്, ഫാൻസി നമ്പറാണ് അല്ലേ? 7th August 1941. 80 വയസ്സുള്ള സമയത്താണ് സെയിം പ്ലേസിൽ തന്നെ ബംഗാൾ പ്രസിഡൻസി, ബ്രിട്ടീഷ് ഇന്ത്യ. ഹി ബിലോങ് ടു ദ മൂവ്മെൻറ്റ് contextual modernism. By the way, what is this contextual modernism? See, contextual എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? See, it is depending on or relating to the circumstances that form the setting of an event or statement or idea. സാന്ദർഭികമായ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെ. ആൻഡ് വാട്ട് ഈസ് മോഡേണിസം? മോഡേണിസം പ്രാക്ടീസസ് ടിപ്പിക്കൽ ഓഫ് കണ്ടംപററി ലൈഫ് അല്ലെങ്കിൽ കണ്ടംപററി തോട്ട്. അക്കാലത്ത് അല്ലെങ്കിൽ അപ്പം നിലനിൽക്കുന്ന കാലത്തുള്ള ചിന്താഗതികൾ, ജീവിത സാഹചര്യം അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ലൈക്ക് ഇറ്റ്സ് എ ബ്രേക്ക് വിത്ത് പ്രീവിയസ് ഇസംസ് ഓർ ജോൺറസ് അല്ലേ? മുമ്പ് നിലനിൽക്കുന്ന സംഭവങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് പുതിയതിലേക്ക് കടന്നു കയറുന്നതിനെയാണ് മോഡേണിസം എന്ന് പറയുക. സോ കണ്ടക്ച്വൽ മോഡേണിസം മീൻസ് ഒരു ഏർലി 20th century എമേർജ് ചെയ്ത് വന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. യു ഗോട്ട് ഇറ്റ്? ഇറ്റ്സ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഹ്യൂമനിസ്റ്റിക് ആർട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഹാസ് ഒറിജിനേറ്റഡ് അറ്റ് ടാഗോർസ് ശാന്തിനികേതൻ. ശാന്തിനികേതനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. സോ ഇറ്റ് എംഫസൈസസ് ദ ലോക്കൽ കൾച്ചർ ആൻഡ് നേച്ചർ, ഓക്കെ, വൈൽ അഡാപ്റ്റിംഗ് ദ വെസ്റ്റേൺ മോഡേണിസ്റ്റ് ഐഡിയാസ്. ലോക്കൽ കൾച്ചറിനെ വെസ്റ്റേൺ മോഡേണിസ്റ്റ് ഐഡിയയുമായിട്ട് ഒരു ഹൈബ്രിഡ് പോലെ, ഓക്കെ, ഒരു ക്രോസ് കൾച്ചർ, അതായത് നമ്മുടെ ലോക്കൽ സാധനങ്ങളും വെസ്റ്റേൺ മോഡേൺ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, സോ ക്രോസ് കൾച്ചർ ദാറ്റ് എക്സ്ചേഞ്ചസ് ദ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ത്രൂ ദ പെഡഗോജി ഓഫ് കലാഭാവന സ്കൂൾ ആർട്ട്. Kalabhavana school art. So it's a blending of local craft and historic motif. All these are like hybrid form. ഒരു ഈസ്തറ്റിക് മോഡേണിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കൊണ്ടുവരുന്നത് ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റിൽ. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് ആൻ ഇൻറ്റഗ്രേഷൻ വിത്ത് നേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. ഇനി കണ്ടക്ച്വൽ മോഡേണിസത്തിൽ ടാഗോറിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന 2-3 ആൾക്കാരോടെയുണ്ട്. ആരാന്നറിയാമോ? നന്ദലാൽ ബോസ്, ബിനോദ് ബിഹാരി മുഖർജി ആൻഡ് റാം കിങ്കർ ബായി. So in this contextual modernism, they were the key artists and teachers in Shantiniketan. Hope you understood what is contextual modernism.
Now about his family, his father was Debendranath Tagore, mother was Sharada Devi, and his wife was Mrinalini Devi. He had 5 children, like Rabindranath Tagore എന്ന പേരുള്ള ഒരു മകൻ കൂടിയുണ്ട്, അതുകൊണ്ടാണ് അത് ഞാൻ വേറെ തന്നെ എഴുതിയത്, and plus 4 children. Unfortunately, his mother had died in the early childhood, and his father was a traveler, and because of that reason, Tagore was raised mostly by servants. See, he started to write his poetry when he was an 8-year-old boy, and at the age of 16, he released his first substantial poems under the pseudonym Bhanusimha. സൺ ലയൺ എന്നാണ് അതിൻ്റെ അർത്ഥം, ഭാനുസിംഹ. ലിസൺ, 16 വയസ്സുള്ള സമയത്ത് ഒരു ടീനേജർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഭാനുസിംഹ എന്ന സ്യൂഡോണിം ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി രവീന്ദ്രനാഥ് ടാഗോർ എന്ന ടാഗോറിനൊരു പ്രത്യേകതയുണ്ട്. അവരുടെ പേരിൽ ശരിക്കും താക്കൂർ എന്നാണ് പറയുക, താക്കൂർ. ബട്ട് ദ നെയിം ടാഗോർ ഈസ് ദ ആംഗ്ലിസൈസ്ഡ് ട്രാൻസ്ലിട്രേഷൻ ഓഫ് താക്കൂർ. ഓക്കെ, ആൻഡ് ദ ഒറിജിനൽ സർനെയിം ഓഫ് ദിസ് ടാഗോർസ് വാസ് ഖുഷാരി. ഖുഷാരി എന്നാണ് അവരുടെ ഒറിജിനൽ സർനെയിം വരുന്നത്. ആൻഡ് ദി ബിലോങ് ടു പിരാളി ബ്രാഹ്മിൻസ്. അവർ പിരാളി ബ്രാഹ്മിൻസിൽ പെട്ട, അതായത് ഹിസ്റ്റോറിക്കൽ കണക്ഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒറിജിനലി ദേ ബിലോങ് ടു എ വില്ലേജ് നെയ്മഡ് ഖുഷ് ഇൻ ദ ഡിസ്ട്രിക്ട് നെയ്മഡ് ബുർദ്വാൻ ഇൻ വെസ്റ്റ് ബംഗാൾ. Tagore was the youngest child of 13 children of his parents, and he was nicknamed like Rabi. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫറിൻ്റെ നെയിം കൂടെ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക, പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ദിസ് നെയിം വിൽ ബി ഫെമിലിയർ ടു ഓൾ ദ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ബിക്കോസ് +1 ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അത് എഴുതിയിട്ടുള്ളത് പ്രഭാത് കുമാർ മുഖോപാധ്യായ് ആണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. Educated partly at home, exposed to Sanskrit, Bengali, English literature and music. You know, the Tagore family was actually in forefront of Bengal Renaissance. They hosted the publication of literary magazines, then theatre, and also recitals of Bengali and Western classical music. Okay, Tagore's father was actually a traveler, but he arranged so many professional Drupad musicians, Drupad, Dhrupad, Drupad musicians, to stay in their house and to teach Indian classical music to his children. അദ്ദേഹത്തിൻ്റെ എല്ലാ സിബ്ലിങ്സും അറിയപ്പെടുന്ന റൈറ്റേഴ്സാണ്, നോവലിസ്റ്റുകളാണ്. ലൈക്ക് അദ്ദേഹത്തിൻ്റെ ഓൾഡർ ബ്രദർ ദ്വിജേന്ദ്രനാഥ്, ഹി വാസ് എ ഫിലോസഫർ ആൻഡ് എ പോയറ്റ്. ആൻഡ് ഹിസ് അനദർ ബ്രദർ സത്യേന്ദ്രനാഥ്, he was the first Indian appointed to the elite and formerly all European Indian civil service. And his another brother Jyotirindranath, he was a musician, composer and playwright. He also had a sister named Swarna Kumari. She also was a novelist. So the whole family is artistically created. Tagore largely avoided classroom schooling. He don't like to sit somewhere and learn something that a teacher teaches him. Okay, he wanted to roam around and he wanted to learn from the surrounding, from the nature, from the society. Okay, so he says proper teaching does not explain things. Proper teaching stokes curiosity എന്നാണ് അദ്ദേഹം പറയുന്നത്. And according to his father's wish, he has gone to England. He briefly studied law in England, in the University College of London, but he returned to India without completing a degree. ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന് പഠിക്കാൻ ടാഗോറിനാവില്ല. പ്രോപ്പറായിട്ട് ഒരിടത്ത് പോയി ഒതുങ്ങിക്കൂടിയിരുന്ന് പഠിക്കാതെ തന്നെ അദ്ദേഹം ഇത്രയേറെ ബ്രൈറ്റ് ആയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. For him, proper teaching does not explain things. Proper teaching stokes curiosity എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കലല്ല പ്രോപ്പർ ടീച്ചിങ്. പ്രോപ്പർ ടീച്ചിങ് സ്റ്റോക്സ് ദ ക്യൂരിയോസിറ്റി. ഒരു ലേണറിൻ്റെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റി സ്റ്റോക്ക് ചെയ്യണം, കൂടുതൽ ആളെ കത്തിക്കണം. അതൊരു സ്കൂൾ സിസ്റ്റത്തിലും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എവിടെയും അദ്ദേഹത്തിന് ഒതുങ്ങിക്കൂടിയിരുന്ന് പഠിക്കാൻ ഇഷ്ടമില്ലാതായത്. ആഫ്റ്റർ ഉപനയന, he left Calcutta with his father in the year 1873. See, what is Upanayana? You know that ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിലെ ഒരു ടോപ്പിക്കാണ് ഉപനയന സെറമണി. സേക്രഡ് ത്രെഡ് റിച്വൽ എന്ന് പറയും അല്ലേ. അതായത് ഹൈലി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് ബ്രാഹ്മിൻ ഫാമിലിയിലുള്ള ബോയ്സ് ആഫ്റ്റർ 5 years അവർ ഉപനയന സെറമണി നടത്തും. അതായത് പൂണൂല് ധരിപ്പിക്കുക എന്ന് പറയും അല്ലേ, ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിംബലൈസസ് ദ റീബർത്ത് ഓഫ് ദ ചൈൽഡ് ഇൻ ടു ദ വേൾഡ് ഓഫ് വേദാസ്, and they are getting ready for the formal education. Tagore, being a Brahmin family member, he has done his Upanayana ceremony and he left to Calcutta with his father in the year 1873. And it was like a tour. ഇന്ത്യയിൽ മുഴുവൻ ഒരു ടൂർ നടത്തിയതുപോലെ. They visited fathers ശാന്തിനികേതൻ and then അമൃത്സർ, ഹിമാലയൻ ഹിൽ സ്റ്റേഷൻസ് ഓഫ് ഡൽഹൌസി. ഇത്രയും ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. Did you see the point? Fathers ശാന്തിനികേതൻ. Yes, Shantiniketan is actually established by his father, Maharshi Debendranath Tagore,
and it is located in West Bengal, Bholpur. Okay, here most of the time his father stays in this Shantiniketan, and he was a traveler, as I told you before. അപ്പോൾ ഫാദറിൻ്റെ കൂടെ അദ്ദേഹം യാത്ര തിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം കാണുന്നു. ആൻഡ് ഹി സ്റ്റഡീഡ് ഹിസ്റ്ററി, ആസ്ട്രോണമി, മോഡേൺ സയൻസ് ആൻഡ് സാൻസ്ക്രിറ്റ്, ആൻഡ് ദെൻ ഓൾസോ ക്ലാസിക്കൽ പോയട്രി ലൈക്ക് കാളിദാസിൻ്റെ പോയട്രീസൊക്കെ അദ്ദേഹം വായിക്കുന്നു. ആൻഡ് ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് മന്ത് സ്റ്റേയിങ് അറ്റ് അമൃത്സർ, he was greatly influenced by the Sikhism. From the Golden Temple, he used to listen to the melodious Gurbani, okay, that the song that is related to Sikhism. And influencing that, he has written 6 poems and several articles in Bengali children's magazine. After a long period of traveling, he returned back to his homeland, Jorosanko, and he completed a set of major works by the year 1877. And one among them was like a long poem in the Maithili style of Vidyapati. ആൻഡ് ഫോർ എ ജോക്ക് അദ്ദേഹം തമാശയായിട്ട് പറയുന്നുണ്ട്, ഇത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാനുസിംഹ എന്ന് പറയുന്ന ഒരു വൈഷ്ണവ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു വർക്കാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയം എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആൻഡ് ദിസ് ഫിക്ഷസ് പോയറ്റിനെ കുറേ ആൾക്കാർക്ക് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഹി ഡെബ്യൂഡ് ഇൻ ഷോർട്ട് സ്റ്റോറി ജോൺർ. ഓക്കെ, അതുവരെ പോയട്രി ആയിരുന്നു, പിന്നെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് ആദ്യമായിട്ട് ഡെബ്യൂ വർക്ക് ചെയ്താണ് ഭിഖാരിണി, ദ ബെഗർ വുമൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. ആൻഡ് സന്ധ്യ സംഗീത് പിന്നീട് എഴുതിയൊരു വർക്കാണ് ഷോർട്ട് സ്റ്റോറി. ആൻഡ് ഓൾ ദീസ് were in the year 1882. Then in 1878 he gone to England and he studied a little law പഠിക്കാനാണ് പോയതെങ്കിലും കുറച്ച് കാലമൊക്കെ പഠിച്ചു. ആൻഡ് ഹി ലെഫ്റ്റ് ഇറ്റ്. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നില്ല. ആൻഡ് ഹി ഓപ്റ്റഡ് ഇൻസ്റ്റെഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ് ലൈക്ക് ആൻ്റണി ക്ലിയോപാട്രയൊക്കെ വായിക്കുന്നു. ദെൻ ദ റിലീജിയോ മെഡിസി, തോമസ് ബ്രൗണിൻ്റെ റിലീജിയോ മെഡിസി ഒക്കെ വായിക്കുന്നു. ആൻഡ് ലൈഫ്ലി ഇംഗ്ലീഷ്, ഐറിഷ് ആൻഡ് സ്കോട്ടിഷ് ഫോക്സ് അതിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഇംപ്രസ്ഡ് വിത്ത് ഓൾ ദീസ് ലിറ്റററി വർക്ക്സ്. അറ്റ് ലാസ്റ്റ് ഇൻ 1880 ഹി റിട്ടേൺ ടു ബംഗാൾ ഡിഗ്രിലെസ്. അതായത് പോയ കാര്യം പഠിക്കാതെ കുറേ ലിറ്ററേച്ചറും ഒക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. ആൻഡ് ഹി പബ്ലിഷ്ഡ് മെനി പോയംസ്, സ്റ്റോറീസ് ആൻഡ് നോവൽസ് ആഫ്റ്റർ ദാറ്റ്. ലേറ്റർ ഇൻ ദ ഇയർ 1883 ഹി മാരീഡ് ദ 10-year-old മൃണാളിനി ദേവി. 10 വയസ്സുള്ളൊരു കുട്ടി അല്ലേ, അന്ന് ബാലവിവാഹമൊക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ്. സോ ദിസ് വാസ് എ കോമൺ പ്രാക്ടീസ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ദേ ഹാഡ് 5 children and 2 of them died in very childhood itself. In the year 1890, Tagore began managing his vast ancestral estates in Shalaidaha, that is now in Bangladesh. Okay, and in the year 1898 his wife and children also joined in this ancestral estate where he lived. And from there he released his Manasi poems in the year 1890, and that was among his best known work. Okay, they led a happy and luxurious life there, and they had a luxurious family barge also. Barge or bajro, what is that? It's like a big flat boat, okay, that can transport heavy goods over the water, like carrying the cars to the other side. So Tagore crisscrossed the Padma river in command of the Padma, the luxurious family barge. Okay, then he has written many of his works from there. See, I'm just talking about the major events that has happened to Tagore's life. Okay, then from 1901 to 1932 they moved to Shantiniketan. There he set up an ashram and with a marble floored prayer hall like the mandir. And also he set up an experimental school with groves of trees, gardens and a library. And from there his wife and his 2 children died. And later on in the year 1905 his father also died. See, ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെത്ത് ദാറ്റ് ഹാസ് ചേഞ്ച് ഹിസ് ലൈഫ് ഇൻ ടു എ ഡാർക്കർ സൈഡ്. അതിൽ നിന്നും കുറച്ച് സമയമെടുത്താണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. ആൻഡ് ലേറ്റർ ഓൺ ഹി അഗെയിൻ സ്റ്റാർട്ടഡ് ടു റൈറ്റ്. He published Naivedya in the year 1901 and Kheya in the year 1906. And also he translated many poems into free verse. Okay, so he gained Bengali and foreign readers alike. എല്ലാത്തിലും അദ്ദേഹത്തിന് റീഡേഴ്സ് വന്നു തുടങ്ങി. ആൻഡ് ഇൻ ദ ഇയർ 1910 ഹി റോട്ട് ഗീതാഞ്ജലി ഇൻ ബംഗാളി ഒറിജിനൽ ലാംഗ്വേജിൽ. ആൻഡ് 1912 അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്തു. വൈൽ ഓൺ എ ട്രിപ്പ് ടു ലണ്ടൻ ഹി ടൂക്ക് ദ ഗീതാഞ്ജലി വിത്ത് ഹിം, ദ ഒറിജിനൽ വേർഷൻ, ആൻഡ് ഹി ഷെയർഡ് ഇറ്റ് ടു ഹിസ് അഡ്മയറേഴ്സ് ലൈക്ക് W.B. Yeats, എസ്ര പൗണ്ട്. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റായി മാറി. ഗീതാഞ്ജലിയുടെ പ്രിഫേസിൽ W.B. Yeats വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ പ്രിഫേസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗീതാഞ്ജലി അവരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അവർക്ക് ടാഗോറിനെയും ഗീതാഞ്ജലിയെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പ്രിഫേസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ എവറിബഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി പോയട്രി. ഇതെവിടെയോ എത്താനുള്ളതാണെന്ന് എല്ലാവർക്കും അന്നേ തോന്നിയിരുന്നു. ആൻഡ് ലേറ്റർ ലണ്ടൻസ് ഇന്ത്യ സൊസൈറ്റി ദറ്റ് പബ്ലിഷ് ദ വർക്ക് ഇൻ എ ലിമിറ്റഡ് എഡിഷൻ.
American magazine Poetry also published a selection from Gitanjali. See, ഇത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ മാത്രം പബ്ലിഷ് ചെയ്തിട്ടാണ് അതിന് നോബൽ പ്രൈസ് കിട്ടിയത്. ആൻഡ് ഇൻ നവംബർ 1913 ടാഗോർ ലേൺഡ് ഹി ഹാഡ് വൺ ദ ഇയേഴ്സ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോബൽ പ്രൈസ് അനൗൺസ്മെൻറ്റിന് ഒപ്പം തന്നെ സ്വീഡിഷ് അക്കാഡമി എങ്ങനെയാണ് ഗീതാഞ്ജലി അപ്രിഷ്യേറ്റ് ചെയ്തതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. സ്വീഡിഷ് അക്കാഡമി അപ്രിഷ്യേറ്റഡ് ദ ഐഡിയലിസ്റ്റിക് ആൻഡ് ഫോർ വെസ്റ്റേണേഴ്സ് ആക്സസിബിൾ നേച്ചർ ഓഫ് എ സ്മോൾ ബോഡി ഓഫ് ഹിസ് ട്രാൻസ്ലേറ്റഡ് മെറ്റീരിയൽ ഫോക്കസ്ഡ് ഓൺ ദ 1912 ഗീതാഞ്ജലി സോങ് ഓഫറിങ്സ് എന്നായിരുന്നു പറഞ്ഞത് കേട്ടോ. Later in the year 1915, he was awarded a knighthood by King George V. But he renounced after 1919 ജാലിയൻവാലാബാഗ് മസാക്കർ. ജാലിയൻവാലാബാഗ് മസാക്കറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ഒരു നൈറ്റ്ഹുഡ് എന്ത് ചെയ്യാണ്, ഹി റിനൗൺസ്ഡ് ഇറ്റ്, നിഷേധിച്ചു കളഞ്ഞു. ഓക്കെ. ഇൻ ദ ഇയർ 1921 ടാഗോർ ആൻഡ് ദ അഗ്രികൾച്ചറൽ ഇക്കോണമിസ്റ്റ് ലിയോണാർഡ് ആംഹെർസ്റ്റ് they together set up the Institute for Rural Reconstruction. Later they named it as Sriniketan or Abode of Welfare. That was located in Surul, okay, a village near Ashram. In the later years of Tagore, he participated in Gandhi's Swaraj protest against the British rule. Then in the year 1930s, he targeted the abnormal caste consciousness and the untouchability prevailed in India. As a part of his protest, he penned Dalit heroes for his poems and dramas. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ ഹീറോസ് ആയിട്ട് ദളിത് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ തുടങ്ങി. ലേറ്റർ പീപ്പിൾ ക്യാമ്പയിൻ ടു ഓപ്പൺ ഗുരുവായൂർ ടെമ്പിൾ ടു ദളിത്സ്. ദളിത്സ് അതുപോലുള്ള അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി, ടാഗോർ പോലുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഒക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കേരളത്തിലും ഇത്തരം അബ്നോർമൽ കാസ്റ്റ് കോൺഷ്യസ്നെസ് അതുപോലെ അൺടച്ചബിലിറ്റിക്കൊക്കെ എതിരെ പല ക്യാമ്പയിനും നടന്നിട്ടുള്ളത്, പല പ്രക്ഷോഭങ്ങളും. നോയിങ്ലി ഓർ അൺനോയിങ്ലി മറ്റ് സോഷ്യൽ റിഫോമേഴ്സിനെയും ഗാന്ധിജിയെയും പോലെ തന്നെ ടാഗോറും ഈ ഒരു ഗുരുവായൂർ ടെമ്പിൾ ദളിത്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള കാരണമായിട്ടുണ്ട്. കാരണം ഹി വാസ് ഓൾസോ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഇൻസ്പയറിംഗ് മെമ്പേഴ്സ് ഹു ഹാസ് വർക്ക്ഡ് അഗെയിൻസ്റ്റ് ദിസ് കാസ്റ്റ് സിസ്റ്റം, എസ്പെഷ്യലി ഫോർ ദളിത്സ്. In the later years of Tagore's life, he has traveled a lot. 5 കോണ്ടിനെൻസിലായിട്ട് more than 30+ countries he has traveled. And he has written many great literary works. Okay? And the last 5 years of his life, that was very painful. Chronic pain, long period of illness, and he has lost consciousness. ബോധമൊക്കെ നഷ്ടപ്പെട്ട് 1937 ഒക്കെ ആകുമ്പോഴത്തേക്കും കിടപ്പായിരുന്നു. At last, in the year 1941, August 7th, he died. The love and respect given to Tagore is not just limited in India. ലോകമെമ്പാടും ടാഗോറിന് വേണ്ടി സ്മാരകങ്ങളും ലൈബ്രറീസും ബിൽഡിങ്സും സ്റ്റാച്യൂസും ഒക്കെ പണിതിട്ടുണ്ട് ഇൻ മെമ്മറി ആൻഡ് ഇൻ റെസ്പെക്റ്റ് ആൻഡ് ഇൻ ലവ് ഓഫ് ടാഗോർ. അതിലൊന്നാണ് ദ ബസ്റ്റ് ഓഫ് ടാഗോർ അറ്റ് ഡബ്ലിൻ ആൻഡ് ഇൻ ഹംഗറി. 2 രാജ്യത്തും ടാഗോറിൻ്റെ ഒരു ബസ്റ്റ് ഉണ്ട്. യു നോ വാട്ട് ഇസ് ബസ്റ്റ് അല്ലേ? നെഞ്ചു വരെയുള്ള ഒരു പ്രതിമയാണ് ബസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ആർ 8 മ്യൂസിയംസ്, 3 ഇന്ത്യയിലും 5 ബംഗ്ലാദേശിലുമാണ്. ബംഗ്ലാദേശിൽ എങ്ങനെ വന്നു എന്ന് ഡൗട്ട് അടിക്കേണ്ട. കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബംഗാൾ പ്രസിഡൻസി പണ്ട് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയും കൂടെ പങ്കിട്ടിരുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിർത്തിയൊക്കെ തിരിച്ച് വേറെ ആക്കിയത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലും അദ്ദേഹത്തിൻ്റെ മ്യൂസിയംസും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ അല്ലേ കമ്പാരിറ്റീവ്ലി. ആൻഡ് ഇൻ ദ ഇയർ 1961 സത്യജിത് റേ ഹാസ് പ്രിപ്പയർഡ് എ ഡോക്യുമെൻ്ററി അബൌട്ട് ടാഗോർ. Then there are many portrayals, many works, many critical appreciations, many statues, many awards, etc. about Tagore. നമുക്ക് എത്ര ആദരിച്ചാലും മതിവരാത്ത രീതിയിൽ ലോട്ട്സ് ഓഫ് അവാർഡ്സ് ആൻഡ് ഒരുപാട് ആദരവുകളും ഒക്കെ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓൾസോ. Okay, now let's discuss about the major collections of Tagore. First about the poetry, Songs of Bhanu Simha, that is in the year 1884. ഒരു ഫേമസ് വർക്കാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ. ദെൻ മാനസി 1890 പബ്ലിഷ് ചെയ്ത വർക്കാണ്. ദെൻ സോനാർ ടോർ 1894. ഗീതാഞ്ജലി ഓഫ് കോഴ്സ് സോങ് ഓഫറിങ്സ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്ക്. 1910 അത് ബംഗാളിയിൽ എഴുതുന്നത്. 1912 ആണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ബ്രോട്ട് ഹിം വേൾഡ് വൈഡ് ഫെയിം. റൈറ്റ്. Now let's talk about the novels and short stories. He was the pioneer of Bengali short story. ചോക്കർ ബാലി 1903 ഒരു വർക്കാണ്. ഘാരി ഭൈർ The Home and the World is in the year 1916. Ghora in the year 1910. Sheshar Kabida 1929. Then some of the famous short stories like Kabuliwala, Postmaster, The Hungry Stones, etc. About the dramas, he wrote plays blending the music, dance and poetry. Dhar Ghar, The Post Office is one of the examples. Then Chitrangada, Red Islanders. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ.
Then about his essays and prose. His essays were on education, nationalism, East-West relations and philosophy. Some of the books were Sadhana, Nationalism, Creative Unity, etc. About his songs, he has created Rabindra Sangeet, Tagore songs. That was a unique blend of Indian classical music and folk with Western harmonies. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അദ്ദേഹത്തിൻ്റെ ഫാദർ കുട്ടികളെല്ലാവരെയും സംഗീതം പഠിപ്പിച്ചിരുന്നു അല്ലേ. സോ ആ ഒരു മ്യൂസിക്കൽ ടച്ച്, ക്ലാസിക്കൽ ടച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ഫോക്ക് സോങ്സും വെസ്റ്റേൺ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് ആണ് അദ്ദേഹത്തിൻ്റെ സോങ്സിൽ കാണാറുള്ളത്. ഡീപ്ലി സ്പിരിച്വൽ, ലിറിക്കൽ ആൻഡ് പാട്രിയോട്ടിക്. ദീസ് were the specialities of his songs. Now about art and painting. In the later life of Tagore, he turned to painting and he became recognized as a modernist artist. അതായത് ഡ്രാമ, പ്ലേസ്, പോയട്രി, സോങ്സ്, മ്യൂസിക് അത് മാത്രമല്ല, ഈവൻ ഹി വാസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. സം ഓഫ് ഹിസ് ആർട്ടിസ്റ്റിക് പ്രൊഡക്ട്സ് ആർ ഡാൻസിങ് വുമൻ, ദെൻ വുമൻ ഫേസ്, ഹെഡ് സ്റ്റഡി ജോമെട്രിക്, then standing figure, etc. He has exhibited his works in Europe and Asia. ഒരു എക്സിബിഷൻ നടത്തണമെങ്കിലൊക്കെ എത്രമാത്രം സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. സെയിം ഐഡിയാസ് ഞാനിവിടെ പറഞ്ഞത് മുഴുവനും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന മേജർ ഇവൻറ്റ്സ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പോയട്രി പോലുള്ള ജോണേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ചില വർക്ക്സും മാത്രമാണ്. ഹി ഹാസ് റിട്ടൺ എ നമ്പർ ഓഫ് ബുക്സ്. നമുക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ലിസ്റ്റ്. ഓക്കെ, സോ യു ക്യാൻ റെഫർ ഇറ്റ് ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് സം ഓഫ് ദി പോയിന്റ്സ് വിൽ ബി ഗിവൺ ഇൻ ദ PDF notes. Okay, now let's discuss the major themes of Tagore's work: humanism, spirituality, love, devotion, and the relationship between the individual and the universal, alongside a critique of extreme nationalism. Okay, and he has written over thousands of poems, 24 plays and playlets. What is that? Playlet means a short play, like one act drama, like a miniature dramatic work. Okay, then 8 novels and many books and essays related to philosophy, politics, education, religion, and social topics. Now, I would like to remind you some important points about Shantiniketan and Vishwabharati. I told you about Shantiniketan that it was established by his father, Maharshi Devendranath Tagore, right, in the district West Bengal, Bholpur, and later it was expanded by Tagore. Okay, now it is a university town with the creation of Vishwabharati University. അദ്ദേഹം ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതോടുകൂടി അതിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ടൗൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അറ്റ് പ്രസൻറ്റ് a lot of people around the world visit there and it has been enrolled in the UNESCO Heritage List in 2023. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2023 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ശാന്തിനികേതൻ ആൻഡ് വിശ്വഭാരതി എൻറോൾ ചെയ്യപ്പെട്ടത്. ആൻഡ് ശാന്തിനികേതനിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് ആരാണെന്നറിയാമോ? ഇറ്റ് വാസ് ജൂനിയർ ടാഗോർ. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ടാഗോറിന് അദ്ദേഹത്തിൻ്റെ തന്നെ പേരുള്ള ഒരു മകനുണ്ട്. ആ മകനായിരുന്നു അവിടുത്തെ, അതായത് ടാഗോർ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സ്കൂളിലെ സ്റ്റുഡൻറ്റ്. ഡു യു നോ അമർത്യ സെൻ? ഹി വാസ് ഓൾസോ an alumni of this school. Then he has written many of his classical works from Shantiniketan. After his father's death, he changed Shantiniketan to Vishwabharati School. ഞാൻ പറഞ്ഞു 1917 സാന്റാ ബാർബറയിൽ പോകുന്നു. അവിടെ വെച്ചിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ the educational system of that institution that got influenced and inspired with that he created Vishwabharati School. ഒരു എക്സ്പെരിമെൻ്റൽ സ്കൂളായിരുന്നു. അവിടുത്തെ ആദ്യത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു ജൂനിയർ ടാഗോർ, അമർത്യ സെൻ. ഓക്കെ, ദെൻ in 1951 Vishwabharati was recognized as a central university. അവിടുത്തെ ഫസ്റ്റ് വൈസ് ചാൻസലറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ടാഗോറിനെ തന്നെയായിരുന്നു. 3 പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഡിയർ ടീച്ചേഴ്സ്, HSST ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് നമ്മൾ സെപ്റ്റംബർ 1 മുതൽ ടൈക്കി ഇംഗ്ലീഷ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മന്ത്ലി 1000 rupees ഫീസ് വരുന്നത്. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. അതുപോലെ ആദ്യമേ ഒരു ഹ്യൂജ് എമൗണ്ട് അടച്ച് പിന്നെ നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ക്ലാസ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് പൈസ നഷ്ടം വരുന്നില്ല. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മന്ത്ലി പേയ്മെൻറ്റ് മോഡിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ്സിൻ്റെ PPT സ്ലൈഡ്സും അതുപോലെ PDF മെറ്റീരിയലും നിങ്ങൾക്ക് ഫ്രീ ആയി ടൈക്കി ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ ലഭ്യമായിരിക്കും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. നിങ്ങളതിൽ ജോയിൻ ചെയ്തോളൂ. ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ ക്ലാസ്സസും ഡെയിലി എക്സാംസും ഒക്കെ നിങ്ങൾക്കതിൽ ലഭിക്കുന്നതാണ്. മന്ത്ലി പേയ്മെൻറ്റ് മോഡിൽ തന്നെ സെറ്റ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേട്ടറ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. Now let's talk about Gitanjali. What is Gitanjali? What do you mean by Gitanjali? Gitanjali. Anjali means what? അഞ്ജലി, നമ്മൾ അമ്പലത്തിലൊക്കെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ? പുഷ്പാഞ്ജലി. അഞ്ജലി മീൻസ് അർപ്പണം. വി ആർ ഓഫറിങ് സംതിങ് ടു ദ ഗോഡ്. അത് പുഷ്പാഞ്ജലി ആണെങ്കിൽ പുഷ്പങ്ങളാണ് നമ്മൾ അർപ്പിക്കുന്നത്. നമ്മൾ ഡിവോഷണലി, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോട് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ദൈവത്തിന് നമ്മൾ അർപ്പിക്കലാണ്, ഓഫർ ചെയ്യുന്നു. അത് പുഷ്പാഞ്ജലി ആണെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെ ഗീതാഞ്ജലിയാണ്. ഗീതം മീൻസ് സോങ്. സോ ഇവിടെ പോയിട്ട് അർപ്പിക്കുന്നത് ഗോഡിന് എന്താണ്? സോങ്സ് ആണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഗീതാഞ്ജലി. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് സോങ് ഓഫറിങ്. I was just talking about the meaning of the title. Okay, now what is the book Gitanjali? Gitanjali എന്ന ടാഗോറിൻ്റെ പുസ്തകം എന്തിനെക്കുറിച്ചാണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയംസ്. അദ്ദേഹം എഴുതിയ പോയട്രിയുടെ ഒരു കളക്ഷനാണ്. ആ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോങ്. സാധാരണ കവിതയല്ല, അതൊരു പ്രാർത്ഥനയാണ്. പ്രേയേഴ്സ് ആൻഡ് സോങ്സ് ആണ്. ഈശ്വരന് വേണ്ടി ഭക്തിയോടുകൂടി ഇഷ്ടത്തോടുകൂടി പാടുന്ന കുറച്ച് പാട്ടുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാഗീതങ്ങൾ, അങ്ങനെ വേണം പറയാം. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി poetry or poems. It was originally written in Bengali. Original language ബംഗാളിയിലാണ്. It was published in the year 1910. 1910 ഓഗസ്റ്റ് 4 അതായത് 2025 എന്ന ഈ വർഷം നോക്കുന്ന സമയത്ത് 115 വർഷങ്ങൾക്ക് മുൻപ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചിലപ്പോൾ അതൊക്കെ ചോദിക്കും. ഗീതാഞ്ജലി 2025 എത്രാമത്തെ വർഷമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ദെൻ യു ഷുഡ് ബബിൾ ദ ഓപ്ഷൻ 150. 115 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു വർക്ക്. ആൻഡ് ഇറ്റ് കംപ്രൈസസ് 157 പോയംസ്. 157 ഗീതങ്ങൾ, 157 പോയംസ് ഉള്ള ഒരു വർക്കാണ് അന്ന് അദ്ദേഹം ഒറിജിനൽ പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് 1912 2 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കണം, അത് മൂപ്പരാൾ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? ആ ട്രാവലിങ്ങിൻ്റെ ഇടയിലാണ് അദ്ദേഹം എസ്ര പൗണ്ടിനെയും WB യേറ്റ്സിനെയും ഒക്കെ ഇത് കാണിക്കുന്നു. അവരിതിനെ അഡ്മയർ ചെയ്യുന്നു. അതിനുശേഷമാണ് ഇത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി പബ്ലിഷ് ചെയ്യുന്നത്. സോ ആ ഒരു വർഷം 2 വർഷത്തെ ഗ്യാപ്പ് അവിടെ വന്നത് അതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ ഇത് പബ്ലിഷ് ചെയ്തത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ലണ്ടനാണ്. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ എന്താണ്? ഗീതാഞ്ജലി സോങ് ഓഫറിങ്സ് എന്നാണ്. And the original Bengali poetry, Gitanjali, was translated to English by Tagore himself. The preface or the introduction of that English translation of Gitanjali was written by WB Yeats. Next is a very important point. Gitanjali was dedicated to William Rothenstein. Have you heard about him? William Rothenstein belongs to England, okay? He was a very famous painter, printmaker, then lecturer, and he writes mostly on art. He was known for his painting and he was a very close friend and supporter of Tagore. He was the one who introduced Tagore to the prominent English literary circle. ബ്രിട്ടീഷ് ലിറ്റററി സൊസൈറ്റിയിലേക്ക് തന്നെ ടാഗോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി, അതായത് ആദ്യം ഇവർ മീറ്റ് ചെയ്യുന്നത് 1910 1910 വില്യം റോത്തൻസ്റ്റൈൻ ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇവർ ആദ്യമായി കാണുന്നത്. 1910 തന്നെയാണ് ഗീതാഞ്ജലി പബ്ലിഷ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ച് ഹി ഗോട്ട് ഇൻസ്പയർഡ്. ഇത് ഇന്ത്യയിൽ മാത്രം ലിമിറ്റ് ചെയ്യേണ്ട ഒരു വർക്കല്ല എന്ന് മനസ്സിലാക്കിയതും, ആൻഡ് ഹി വാസ് ദ വൺ ഹു പ്രൊമോട്ടഡ് ഹിസ് വർക്ക് ഇൻ ലണ്ടൻ ആൻഡ് ഹി ഹെൽപ്ഡ് ടു പബ്ലിഷ് ദിസ് ഗീതാഞ്ജലി ആൻഡ് ലേറ്റർ ഇറ്റ് വൺ നോബൽ പ്രൈസ് ഓൾസോ. സോ ഹി വാസ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട്. ഈ ഗീതാഞ്ജലി ലോകമെമ്പാടും എത്താനുള്ള കാരണം, അതിനുവേണ്ട എല്ലാ സപ്പോർട്ട് നൽകിയതും അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള വില്യം റോത്തൻസ്റ്റൈൻ ആണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് അറിയാമോ? ഒരു സൈഡിൽ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ബ്രിട്ടീഷേഴ്സ് ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ ഫോർ സെഞ്ചുറീസ്. At the same time, a British man is getting more close to an Indian poet and helping and promoting his work to be published in England, introducing the person to the British Literary Society. So everything happens simultaneously. Okay, let's come back to the point. So the English version of Gitanjali consists of 103 poems. 103 songs ആണ്
ഇംഗ്ലീഷ് വേർഷനിലുള്ളത്. അതിൽ 53 poems that are from the original Gitanjali and 50 other poems that were extracted from Tagore's other works like Nivedya, Kheya, Geetimalya, etc. Gitanjali consists of mystical and devotional theme, and it is a part of the UNESCO collection of representative works. Please note it, യുനെസ്കോയുടെ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് വർക്ക്സിലെ ഒരു പാർട്ടാണ് ഗീതാഞ്ജലി എന്ന കവിത. In the year 1913, for Gitanjali, Tagore was awarded with Nobel Prize for Literature, and he was the first Asian, first Indian, and first non-European to win this Nobel Prize in Literature. 103 prose poems of Tagore's own English translation. 103 പ്രോസ് പോയംസ് എന്നാണ് പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പ്രോസ് പോയംസ് ദാറ്റ് വാസ് ബേസ്ഡ് ഓൺ മെഡീവൽ ഇന്ത്യൻ ലിറിക്സ് ഓഫ് ഡിവോഷൻ വിത്ത് എ കോമൺ തീം ഓഫ് ലവ് അക്രോസ് മോസ്റ്റ് പോയംസ്. But the theme of some poems were the desire for materialistic possessions and spiritual longing. Okay, now let's have the close reading of the text. First one, introduction or the preface. Before the song or before the poem, W.B. Yeats has written a beautiful introduction to the poetry. Preface എന്ന് നമ്മൾക്കിതിനെ പറയാം. It celebrates Rabindranath Tagore's spiritual, simple and universal poetry as a divine offering that unites art, faith and humanity. Okay. Preface or introduction എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 1 or 2 pages അല്ലേ? No. W.B. Yeats has written a very long and very clear preface to the poetry, that too in a number of pages. So ഇൻട്രൊഡക്ഷനിലുള്ള മെയിനായിട്ട് പറയുന്ന എല്ലാ പോയിന്റ്സും ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. Now let's have a close reading of the preface written by W.B. Yeats for Gitanjali. First point, meeting and Yeats' first impression. Here W.B. Yeats begins his introduction by expressing his wonder and reverence on reading Tagore's work for the first time. So he says that when he read the manuscript of this Gitanjali, the English translation, he was filled with a deep emotion and peace. അദ്ദേഹം പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിനെ ലണ്ടനിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് ത്രൂ ഹിസ് ഫ്രണ്ട്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ആൻഡ് യേറ്റ്സ് വാസ് സ്ട്രക്ക് ബൈ ടാഗോർസ് സിംപ്ലിസിറ്റി, ദെൻ സ്പിരിച്വാലിറ്റി and quiet dignity. That are the qualities he found missing in the modern Western poetry. അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റും, ടാഗോർസ് സിംപ്ലിസിറ്റി ആൻഡ് സ്പിരിച്വൽ ഡെപ്ത്. Okay, so he immediately felt that these poems carried the world I have dreamed of all my life. It could be taken as a quote, the world I have dreamed of all my life, that is visible in Tagore's Gitanjali. Here the second point, Tagore's simplicity and spiritual depth is mentioned here. Okay, Yeats points out Tagore's words come from the same ancient well of the spirit as the Upanishads and the great mystics of every land. Indian and universal spiritual quality നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. He remarks that these poems unite Eastern mysticism with the lyric intensity of Western song, something rare and precious. Okay, ഒരു ഹൈബ്രിഡിറ്റിയാണ്, ഒരു ഹൈബ്രിഡ് ഫോമിലാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ വർക്ക്സും അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലേ, ക്ലാസിക്കൽ പ്ലസ് വെസ്റ്റേൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഫോം. ആൻഡ് ഹി വാണ്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഓൾസോ ടു ബി ലൈക്ക് ദാറ്റ്. ഇന്ത്യൻ വിത്ത് വെസ്റ്റേൺ രണ്ടും മിക്സ്ഡ് ആയിരിക്കണം, എങ്കിലാണ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ. സോ ബൈ ദിസ് W.B. Yeats is praising their directness, purity and sincerity that are free from ornament or artificial style. Okay, now these are the points which are mentioned in the first few paragraphs of Yeats' introduction. Now let's discuss the third point, Indian and universal spiritual quality. Okay, so spiritual quality or the universal appeal, about which W.B. Yeats emphasizes that Tagore's poetry is not theological, but it speaks to the universal soul of man. Okay, he sees Gitanjali as a record of the soul's communion with God, full of joy, humanity and devotion. Okay, so the poet's language, Yeats says, is very simple yet glowing with innovation, a kind of luminous speech springing from the truth. Okay, look at the fourth point, comparison with Western poetry and influence of Indian tradition. Here he contrasts Tagore's mystical clarity with the obscure or decorative mysticism of many Western poets. He says that Tagore's inspiration comes from daily human life. He finds God in the marketplace, the field, and the heart of the common people. Okay, so this spirituality
that is life embracing, not life denying. That is what the theme, or that is what the important message, life embracing. He admires the harmony between spirit and nature, the way Tagore perceives beauty in the world, like a reflection of the divine joy. Okay, so in the next few paragraphs of this introduction, WP aids is admiring the quality of Tagore's poetry and comparing this to the Western poetry. He says that Tagore's voice in this poetry, that is very visible, and it's a proof that the East still holds living faith. See, in the introduction, he has mentioned some Western writers. ആരൊക്കെയായിട്ടാണ് ടാഗോറിനെ കമ്പയർ ചെയ്യുന്നതെന്ന് അറിയാമോ? The great Christian mystics and the poets like Saint John of the Cross, then William Blake, then Wordsworth. ഓക്കെ, ഇവരെയൊക്കെയാണ് മെൻഷൻ ചെയ്ത് പറയുന്നത്. ആൻഡ് ഹി സേസ് ടാഗോർ സർപാസസ് ദം ഇൻ കാംനെസ് ആൻഡ് ജോയ്. വെദർ ഇറ്റ് ഈസ് ബ്ലേക്ക് ഓർ വെദർ ഇറ്റ് ഈസ് വേർഡ്സ്വർത്ത്, ടാഗോർ ഇവരെ എല്ലാവരെയും സർപാസ് ചെയ്യുന്നുണ്ട് ഇൻ കാംനെസ് ആൻഡ് ജോയ്. മാത്രമല്ല, മോഡേൺ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് പോയട്രിക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ ചില എസെൻസ്, അതൊക്കെ ഗീതാഞ്ജലി തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് യേറ്റ്സ് പറയുന്നത്. ഓക്കെ, ഹി ഇൻസിസ്റ്റ് ദാറ്റ് Gitanjali restores to the poetry a sacredness, and Yeats points out that the poem is showing the relationship between man and the infinite, okay, that are not expressed through philosophy, it is through song. ഒരു സോങ്ങിലൂടെയാണ്. ഫിലോസഫിക്കലായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കടിച്ചാപ്പൊട്ടാത്ത ഭാഷയിലല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് എ സോങ്, ഹി ഈസ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് എ മാൻ ടു ദ ഇൻഫൈനൈറ്റ്. സോ യേറ്റ്സ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇന്ത്യൻ സിവിലൈസേഷൻ, unlike the West, never separated life from religion or art from the worship. Okay, so he calls Tagore's poetry as the common speech of the spiritual life എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് കോട്ട് ചെയ്തോളൂ. ദ കോമൺ സ്പീച്ച് ഓഫ് ദ സ്പിരിച്വൽ ലൈഫ് എന്ന് അദ്ദേഹം വിളിക്കുകയാണ്, വിച്ച് ഇന്ത്യ ഹാസ് പ്രിസർവ്ഡ് ഫോർ സെഞ്ച്വറീസ്. ഇതിൽ യേറ്റ്സ് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ് ടാഗോർ ഗോഡിനെ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള രീതി. ഓക്കെ, അതായത് ഗോഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അപ്രോച്ചബിൾ അല്ലാത്ത, ഒരിക്കലും കാണാൻ കഴിയാത്ത, ഒരിക്കലും അറ്റൈനബിൾ അല്ലാത്ത അങ്ങനത്തെ ഒരു ഫിഗർ അല്ല. ദാവ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം അതിനുശേഷം ഗോഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് എ ഫ്രണ്ട്, ലവർ ആൻഡ് മാസ്റ്റർ. നമ്മൾക്കൊരു ഫ്രണ്ടാണ്, നമ്മുടെ ലവറാണ്, നമ്മുടെ മാസ്റ്ററാണ്, ഇതെല്ലാമാണ് ഗോഡ്. സോ ഹി ഈസ് അപ്രോച്ചബിൾ. ഒരു ഫ്രണ്ട്, ലവർ, മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ഒരാളാണ്. നമുക്ക് എപ്പോൾ ആവശ്യമുള്ളതും എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളാണ്. സോ ഇവരൊക്കെ ആയിട്ടാണ് ഗോഡിനോട് കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. സോ ഗോഡ് ഈസ് ഓൾവേസ് അപ്രോച്ചബിൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്. ദെയർഫോർ ഈ ഗോഡിനോടുള്ള ഒരു ഇൻറ്റിമസി ദാറ്റ് ഗീവ്സ് ദ പോയം ആൻ ഇമോഷണൽ ഇമ്മീഡിയസി ലൈക്ക് ദ സാംസ് ഓഫ് ഡേവിഡ്. സാംസ് ഓഫ് ഡേവിഡിനെ എടുത്തു പറയുന്നുണ്ട്. അതിനോട് കമ്പയർ ചെയ്യാൻ തോന്നുന്നു, കാരണം ഗോഡിനെ ഇത്രയേറെ ഇൻറ്റിമേറ്റ് ആക്കി കാണിച്ചതുകൊണ്ട്. ആൻഡ് യേറ്റ്സ് ഓൾസോ അഡ്മയർസ് ദ മ്യൂസിക്കൽ റിതം ആൻഡ് സോങ് ലൈക്ക് സ്ട്രക്ചർ ദറ്റ് റിമൈൻഡിങ് ഹിം ഓഫ് ദ ഫോക്ക് ചാൻസ് ആൻഡ് ഡിവോഷണൽ ഹൈംസ്. യേറ്റ്സ് ഇവിടെ എടുത്തു പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കൽ റിതം, അതുപോലെ സോങ് ലൈക്ക് സ്ട്രക്ചറാണ്. പ്രാർത്ഥനാ ഗീതമാണ് എഴുതിയിരിക്കുന്നത്, നോട്ട് എക്സാക്ട്ലി എ പോയട്രി. ദൈവത്തിന് വേണ്ടി മനസ്സിൽ നിന്നും ആത്മാർത്ഥമായി പാടുന്ന ഭക്തിഗാനം പോലെയാണ് എഴുതിയിരിക്കുന്നത്. നൗ ഇൻ ദ കൺക്ലൂഡിംഗ് സ്റ്റാൻസാസ് ഓഫ് ദിസ് ഇൻട്രൊഡക്ഷൻ, W.B. Yeats has talked about Tagore's vision of God and humanity, and also about the spiritual influence, the last 2 points. Let's explain it. So Yeats declares that reading Gitanjali makes one feel as though the veil between the divine and the human world has lifted. എന്തോ ഒന്ന് നമ്മുടെ മൂടുപടം പോലെ മറഞ്ഞിരിക്കുന്ന ആ ഒരു, അല്ലേ, അത് ആ വെയിൽ ദാറ്റ് ഈസ് റിമൂവ്ഡ് ഓഫ്. നമുക്ക് ലോകത്തെ നേക്കഡായിട്ട് കാണാം, പ്രകൃതിയെ നന്നായിട്ട് കാണാം. ഹി ബിലീവ്സ് ദാറ്റ് സച്ച് പോയട്രി ക്യാൻ റിന്യൂ ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് ദ മോഡേൺ വേൾഡ് വേർ ദ മെറ്റീരിയലിസം ഡൊമിനേറ്റ്സ്. അല്ലേ, മെറ്റീരിയലിസം ഡൊമിനേറ്റ് ആയി കിടക്കുന്ന ഈ ഒരു ലോകത്ത് അതിൻ്റെ മൂടുപടം നീക്കാൻ ഈ ഒരു പോയട്രിക്ക് കഴിയും. ആൻഡ് ഓൾസോ ഹി എക്സ്പ്രസസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ബീങ് അലൈവ് അറ്റ് എ ടൈം വെൻ സച്ച് എ പോയറ്റ് അപ്പിയർഡ്. അല്ലേ, ടാഗോറിനെ പോലെ ഒരു കവി ജീവിച്ചിരുന്ന കാലത്ത് ഞാനും അലൈവ് ആയിരുന്നല്ലോ, ഞാനും ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ജീവിച്ചത് എന്ന് ആലോചിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. ഹി പ്രെഡിക്ട്സ് ദാറ്റ് ടാഗോർ സോങ്സ് വിൽ ഇൻഫ്ലുവൻസ് ജനറേഷൻസ് ജസ്റ്റ് ആസ് ദ സീക്രട്ട് ബുക്സ് ഓഫ് ദ പാസ്റ്റ് ഡിഡ്. മുമ്പുണ്ടായിരുന്ന എല്ലാ സീക്രട്ട് ബുക്സിനെ പോലെ തന്നെയും ടാഗോറിൻ്റെ ഗീതാഞ്ജലിയും ഇനി വരാൻ പോകുന്ന ജനറേഷനെയും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. Okay, he predicts that. Okay, he concludes by saying that Tagore's presence and poetry give him faith in the future of mankind.
എന്തൊക്കെയോ ഒരു തിന്മയിലേക്ക് വഴുതി വീഴാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ മെറ്റീരിയലിസ്റ്റിക് വേൾഡാണ്, മോഡേൺ ഇൻഡസ്ട്രിയൽ വേൾഡാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് തെറ്റിലേക്കും തിന്മയിലേക്കും വഴുതി വീഴാൻ പോകുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇതൊരു വിഷനാണ്. ദാറ്റ് വിൽ ഓപ്പൺ എവറിബഡീസ് ഐസ്. And the poetry will remove the veil which are covered the body and the mind of each human being in this modern, industrial and materialistic world. Understood? And he says that the poet's vision is both Indian and universal. പോയറ്റിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടതല്ല. ദിസ് ഈസ് ഫോർ യൂണിവേഴ്സൽ, ലോകമെമ്പാടും ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഇൻ എ നട്ട്ഷെൽ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. ആദ്യം തന്നെ ടാഗോറും അദ്ദേഹവും മീറ്റ് ചെയ്യാനുണ്ടായ കാരണം, അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഏഡ്സ് ഇമോഷണൽ റെസ്പോൺസ്, ടാഗോറിൻ്റെ സിംപ്ലിസിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, അതിനെക്കുറിച്ച് പറയുന്നു. ദെൻ ദ യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റി, ദ നോൺ സെക്ടേറിയൻ ഡിവോഷൻ, divine in daily life, like a purity of expression. Okay, then he compares and contrast the context. Okay, then the relation to the Western poets, Indian mystical tradition, musical language. Okay, then the vision and the legacy, like a spiritual renewal of the modern world, prophetic admiration and the universality. This is what the preface. I hope you understood the preface. Okay, now let's discuss about the form of this poetry. First, about the title, I told you it's an offering. Gitanjali, അഞ്ജലിയാണ്, ഗീതങ്ങളുടെ അഞ്ജലി, a collection of devotional poems that are addressed to the God, and the poem is like a blending of prayer, love and surrender. The second one is the genre, like it's a lyrical devotional poetry collection. Okay, not like a narrative poetry or an epic poetry. This is a lyrical devotional poetry collection. Understood? Next is the literary form. Lyrical devotional poem is written in free verse. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ദർ ആർ നോ റെസ്ട്രിക്ഷൻസ്, നോ മെട്രിക്കൽ റെഗുലേഷൻസ്. വി ആർ ഫ്രീ ടു സിങ് എ സോങ്. നമ്മൾ ആരാധനപൂർവ്വം ദൈവത്തോടൊരു പാട്ട് പാടാൻ നമുക്കൊരു നിബന്ധനകളും ഇല്ല. വി ആർ ഫ്രീ ടു സിങ്. അങ്ങനെ ഓർത്താൽ മതി. ഫ്രീ വേഴ്സ്. genre, as we mentioned, it is religious and philosophical lyric poetry. Okay, then tone, it's a meditative, spiritual and personal. Okay, meditative, spiritual and personal. The structure of the poetry, we know that is 103 short poems or 103 short songs. All of the songs are different, but they are thematically unified or thematically connected. Then what are the themes? Themes are devotion, divine, love, death, nature, eternity, etc. Now about the divisions or section or the phase. എങ്ങനെയാണ് ഈ പോയട്രീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ലൈക്ക് സോങ് നമ്പേഴ്സ്. സോങ് നമ്പർ 1, സോങ് നമ്പർ 2, ഓക്കെ, 1, 2, 3 എന്നുള്ള നമ്പർ, ഡിജിറ്റൽ നമ്പർ വെച്ചിട്ടാണ്. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 103 songs, first 20 poems, that is from 1 to 20, it's about surrender to God. It's a divine calling and human humility. Then song number 21 to 50, it's like finding God in human service and daily life. Okay, then 51 to 80th song, it says about soul's purification, death and the divine nearness. Then song number 81 to 103, it's about union with God, eternal joy and liberation. So at last we are getting united with God. So we get eternal joy and we are getting liberation. Understood? So this is all about the basic details about the author, then about the preface, about the form, structure and everything about the poetry. In the second part of the class, we will have a close reading of the text, the first 20 poems prescribed in our syllabus. Okay? So how was the class today? Did you like the class? And would you like to join our HSST English coaching? ക്ലാസ്സസ് ഒക്കെ ടെലഗ്രാം ത്രൂ ആയിരിക്കും. റിവിഷന് മാത്രമായിട്ടൊരു ചാനലുണ്ട്. മന്ത്ലി പേയ്മെൻ്റ് ആണ്. മന്ത്ലി 1000 rupees ഫീസ് സ്ട്രക്ചർ. ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഇത്ര നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വിത്ത് നോട്ട്സ്, ഡെയിലി എക്സാംസ്, ഡെയിലി റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ, സ്റ്റാർ ഓഫ് ദ മന്ത് പബ്ലിക്കേഷൻ അറ്റ് എവറി മന്ത്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുമായി വളരെ നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. ഇഫ് യു വുഡ് ലൈക്ക് ടു ജോയിൻ, പ്ലീസ് കോൺടാക്ട് ദ നമ്പർ ഗിവൺ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, ഒരു ഹ്യൂജ് എമൗണ്ട് ഫീസ് ഒരുമിച്ച് അടച്ച് പഠിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഇനി ഒരുമിച്ച് ഫീസ് അടച്ച് ചേർന്നാലും ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പകുതിക്കൽ നിന്ന് നിർത്തേണ്ടി വന്നാൽ എൻ്റെ പൈസ പോയില്ലേ എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ, ടൈക്കിൽ നിങ്ങൾക്ക് കോച്ചിങ് എക്സ്പീരിയൻസ് ചെയ്ത് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കി തരുന്നത്. സോ ഡോണ്ട് മിസ് ദ ചാൻസ്.
VHSE ഇംഗ്ലീഷിനായിട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് റെഗുലറായി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് വെനെവർ ഐ അപ്ലോഡ് എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഒപ്പം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ആവശ്യക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.